നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ഏട്ടന് ഒത്തിരി പ്രിയപ്പെട്ടതല്ലേ? ഇത് മറ്റൊരാൾക്ക് കൊടുത്താൽ ഏട്ടന് സങ്കടമാവൂലേ? കുറച്ച് സങ്കടാവും, എന്നാലും സാരില്ല. എന്റെ ഈ ഗിഫ്റ്റ് ഋഷിക്ക് സന്തോഷാവെങ്കിൽ എനിക്കത് ഇഷ്ടാ, അത് മതി. ഋഷിയേട്ടാ, ദേ ആദ്യം അങ്ങോട്ട് പിടിച്ചേ. പിടിക്കേട്ടാ, ഇത് ഏട്ടന്റെ കല്യാണത്തിന് എന്റെ വക ഗിഫ്റ്റാ. ഇത് അഭിഷേകേട്ടന്റെ ഗിഫ്റ്റാ. അഭിഷേകേട്ടൻ ബിസിനസ് ടൂറിലല്ലേ? കല്യാണത്തിന് അഭിയേട്ടൻ ചിലപ്പോ എത്തും, ചിലപ്പോ അത് കഴിഞ്ഞാവും വരുന്നേ. ഏട്ടന കാര്യത്തിൽ ഉറപ്പില്ലാത്തോണ്ട് ഈ ഗിഫ്റ്റ് ഋഷിയേട്ടന് നൽകാൻ അഭിയേട്ടനെ എന്നെ ഏൽപ്പിച്ചേക്കുന്നേ. ദാ സ്വീകരിച്ചാലും. എങ്ങനെയുണ്ട്? ഗിഫ്റ്റ് തുറന്നു നോക്കുന്നില്ലേ? അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും തുറന്നു നോക്കിക്കോളൂ. ഗിഫ്റ്റ് സ്മൃതി, എനിക്കും തരണം, എനിക്കും തരണം. ഏട്ടൻ എന്താ വേണ്ടേ? എനിക്ക് ഗിഫ്റ്റ് തരണം. സ്മൃതി ഇപ്പൊ ഋഷിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ, അതുപോലത്തെ ഗിഫ്റ്റ് എനിക്കും തരണം. ഏട്ടാ, ഋഷിയേട്ടന് വെറുതെ ഗിഫ്റ്റ് കൊടുത്തതല്ല. നാളെ ഋഷിയേട്ടന്റെ ജീവിതത്തിൽ സ്പെഷ്യൽ ഡേ ആണ്. കല്യാണോ? കല്യാണോ? ആ അതെ, നാളെ ഋഷിയേട്ടന്റെ കല്യാണ. അതുകൊണ്ടാ ഞാൻ ഋഷിയേട്ടന് ഗിഫ്റ്റ് കൊടുത്തേ. കല്യാണമായ നമ്മള് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? വേണം, ഗിഫ്റ്റ് കൊടുക്കണം. പക്ഷേ ഗിഫ്റ്റ് കൊടുക്കാൻ എന്റെ ഗിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഞാനിപ്പോ എന്ത് ഗിഫ്റ്റ് ഋഷിക്ക് കൊടുക്കുക? എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട ഏട്ടാ. ഗിഫ്റ്റ് തരണം. എനിക്ക് എന്തായാലും ഋഷിക്ക് ഗിഫ്റ്റ് തരണം. പക്ഷെ എന്ത് ഗിഫ്റ്റ് കൊടുക്കുക? ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണല്ലോ. ഋഷിക്ക് ഇപ്പൊ എന്ത് ഗിഫ്റ്റാ കൊടുക്ക? കുട്ടനോട് എന്തെടുക്ക? നാളെ ഋഷിയുടെ കല്യാണല്ലേ, അപ്പൊ ഋഷിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഞാൻ അതിനു വേണ്ടി ഇവിടെ തെരയാ മാമ. അതിനിപ്പോ ഇവിടെ എന്ത് ഗിഫ്റ്റാ ഉള്ളേ? എന്തെങ്കിലും ഗിഫ്റ്റ് കാണുന്നേ? ഒന്നുമില്ലല്ലോ. ആ അപ്പൊ മാമ ഇത് കൊടുത്താലോ? കുട്ടാ എന്താ കുട്ടാ ഇത്? വേണ്ട അല്ലേ? എന്നാ വേണ്ട. ഇനിയിപ്പൊ എന്താ കൊടുക്ക? ഒന്നുമില്ലല്ലോ മാമ. സാരമില്ല. എന്തെങ്കിലും കൊടുക്കണമല്ലോ. നോക്ക്, ഇത് കൊള്ളാലേ? ഇത് ഋഷിക്ക് ഗിഫ്റ്റ് കൊടുക്കാലേ മാമ? ഈ വള ഋഷിക്ക് കൊടുക്കാനോ? ആ കുട്ടാ, ഇത് കുട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വളയല്ലേ? ഇതാണോ ഋഷിക്ക് കൊടുക്കുന്നേ? അതിനെന്താ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കോ? കൊടുക്കൂലോ, ഞാൻ കൊടുക്കും. നമ്മൾ ആർക്കെങ്കിലും സമ്മാനം കൊടുക്കണമെങ്കിൽ അത് ഏറ്റവും നല്ല സാധനമായിരിക്കണം എന്നാ അമ്മുമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളേ. ഞാൻ ഋഷിക്ക് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ.
ഋഷി ടൈം ടൈം. ഋഷി ഇത് വാങ്ങിക്കേ. ഇത് മാലാഖയുടെ വിളയാ. ഇത് ഋഷി എടുത്തോ. വാങ്ങിക്ക് ഋഷി. ഇത് ഏട്ടന് ഒത്തിരി പ്രിയപ്പെട്ടതല്ലേ? ഇത് മറ്റൊരാൾക്ക് കൊടുത്താൽ ഏട്ടന് സങ്കടമാവൂലേ? കുറച്ച് സങ്കടാവും, എന്നാലും സാരില്ല. എന്റെ ഈ ഗിഫ്റ്റ് ഋഷിക്ക് സന്തോഷാവെങ്കി എനിക്കത് ഇഷ്ടാ. അത് മതി. എനിക്ക് ഏട്ടന്റെ സ്നേഹത്തെക്കാൾ വലിയ സമ്മാനം വേറെ കിട്ടാനില്ല. എനിക്കത് മതി. ഏട്ടന്റെ പ്രിയപ്പെട്ട മാലാഖയുടെ വള ഏട്ടന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇത് ഏട്ടന്റെ മാലാഖയുടെ ഓർമ്മകളല്ലേ? ആ ഓർമ്മകളെന്നും ഏട്ടനോടൊപ്പം തന്നെ വേണം. ഋഷിയുടെ മാലാഖ ഓർമ്മിക്കാൻ ഋഷിയുടെ കയ്യിൽ എന്താ ഉള്ളത്? അതൊക്കെയുണ്ട്. ഏട്ടനിപ്പോ ഈ വള കൊണ്ടുപോയി ഭദ്രമായിട്ട് വെക്കേ. ചെല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.